ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന് കീഴിലെ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയിൽ ഗുരുതര അനാസ്ഥ. തുടർ ചികിത്സാ ഡേറ്റകൾ സൂക്ഷിക്കാതെ വന്നതോടെ രോഗികൾക്ക് സൗജന്യ ചികിത്സ മുടങ്ങുകയാണ്. കാരുണ്യ ആരോഗ്യ ചികിത്സാ പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ് അധികൃതരുടെ അനാസ്ഥയിൽ ദുരിതം നേരിടുന്നത്. ക്യാൻസർ, വൃക്കരോഗം ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങളാൽ ദുരിതമനുഭവിക്കുന്നവർക്കാണ് സൗജന്യ ചികിത്സ മുടങ്ങുന്നത്. സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയിൽ തുടർ ചികിത്സാ ഡാറ്റകൾ സംരക്ഷിക്കാത്തതാണ് സാധാരണക്കാർക്ക് ചികിത്സ നിഷേധിക്കാൻ കാരണം. ഫോളോ അപ്പ് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി എത്ര പേർക്ക് തുക നൽകിയെന്നോ എത്ര തുക ചിലവഴിച്ചെന്നോ ഉള്ള യാതൊരു വിവരവും SHA സൂക്ഷിക്കുന്നില്ല. ഇതോടെ സാധാരണക്കാരായ ആയിരങ്ങളാണ് ചികിത്സയില്ലാതെ ദുരിതം പേർ ജീവിക്കുന്നത്. ചികിത്സയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കൊന്നും അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു മറുപടിയുമില്ല. കൊച്ചിയിലെ പൊതുപ്രവർത്തകൻ ഷാക്കീർ അലിക്ക് ലഭിച്ച വിവരാവകാശ മറുപടിയിലാണ് വേദനിപ്പിക്കുന്ന വിവരം. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ 42 ലക്ഷത്തിലധികം കുടുംബങ്ങളും 77 ലക്ഷത്തിലധികം അംഗങ്ങളും ഉണ്ടെന്നിരിക്കെ കഴിഞ്ഞ 5 വർഷത്തിനിടെ ചികിത്സ ലഭിച്ചതാകട്ടെ കേവലം 382 കുടുംബങ്ങൾക്ക് മാത്രം. പദ്ധതി വഴി ചികിത്സ നൽകിയ ആശുപത്രികൾക്ക് ഇതുവരെ കുടിശ്ശിക നൽകിയിട്ടില്ല. കുടിശ്ശിക എത്രയെന്ന ചോദ്യത്തിനും വ്യക്തമായ ഉത്തരം SHAക്കില്ല. ക്ലെയിമുകൾ വെച്ചു താമസിപ്പിച്ചതോടെ പല സ്വകാര്യ ആശുപത്രികളും സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നില്ല. കേരള സർക്കാരിന്റെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഔദ്യോഗിക ഏജൻസിയാണ് SHA. കാരുണ്യ വെൽനസ് സ്കീം, നിർധനരായ കുട്ടികൾക്കുള്ള സാമ്പത്തിക സഹായ വിതരണം, മെഡിസെപ്പ്, സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ഇൻഷുറൻസ് പദ്ധതിയുടെ മേൽനോട്ടം തുടങ്ങിയവയാണ് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി മേൽനോട്ടം വഹിക്കുന്ന പ്രധാന പദ്ധതികൾ. ജനം, തിരുവനന്തപുരം.